അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പാട്ടിലൂടെ എന്ന പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നിട്ട്, നമുക്കറിയാം റമദാനും മറ്റ് പ്രോഗ്രാം തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ റെഗുലറായിട്ട് വീഡിയോകൾ ചെയ്യാൻ കഴിയാതെ പോയത്. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് നമ്മുടെ പാട്ടിലൂടെ എന്ന പരിപാടി വ്യത്യസ്ത പാട്ടിൻ്റെ ചരിത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മുമ്പോട്ട് പോകും. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് റിജു സബ തളിർ കുളിർക്കാറ്റ് എന്നുള്ളൊരു പാട്ട്. അപ്പോൾ ആ പാട്ട് പണ്ട് കാലങ്ങളിൽ നമ്മൾ കേട്ടൊരു പാട്ടായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാതുകളിലൊക്കെ പാട്ടിങ്ങനെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ പാട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് വിവാദങ്ങളും അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ഭാഗത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പാട്ട് കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒരു 2 വരി ഞാൻ ആ പാട്ട് പാടിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് ആ പാട്ടിൻ്റെ മറ്റ് വിവാദ ചർച്ചകളിലേക്കും മറ്റ് അതിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. റിജു സബാ തളിർ കുളിർ കാറ്റേ, റൗലയെ തഴുകി വരും കാറ്റേ, ഇല്ലായ്മയിൽ നിന്നും ലോകത്തെ പടച്ച അല്ലാൻ്റെ കുതിരത്ത് നീ കേട്ടോ. റിജു സബാ തളിർ കുളിർ കാറ്റേ, റൗലയെ തഴുകി വരും കാറ്റേ, ഇല്ലായ്മയിൽ നിന്നും ലോകത്തെ പടച്ച അല്ലാൻ്റെ കുതിരത്ത് നീ കേട്ടോ. യാ റഹീം യാ കരീം യാ ജലീൽ യാ ഗഫാർ, യാ റഹീം യാ കരീം യാ ജലീൽ യാ ഗഫാർ. അപ്പോൾ നിങ്ങൾ ഈ പാട്ട് കേട്ടു, എല്ലാവർക്കും പരിചയമുള്ള പാട്ടാണ്, നമുക്കൊക്കെ അറിയാം ഈ പാട്ട്. എന്തായാലും ഇപ്പോൾ പുതിയ കുറച്ച് ആളുകൾ ഈ പാട്ട് പാടിയ സമയത്താണ് വീണ്ടും ഈ ഒരു പാട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വൈറലാകാനുള്ള കാരണം. എന്തായാലും ഈ പാട്ട് ഒരു ഭാഗത്ത് നന്നായിട്ട് വൈറലാകുമ്പോൾ ഈ പാട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ചെറിയ വിവാദങ്ങൾ മറ്റൊരു ഭാഗത്തുമുണ്ട്. ഈ പാട്ടിൻ്റെ തുടക്കത്തിലുള്ള റിജു സബ എന്നുള്ള ഒരു വാക്ക്, റിജു എന്താണ് ഈ റിജു? ശരിക്കും റിജു ആണോ അല്ലെങ്കിൽ റീഹു സബ ആണോ അല്ലെങ്കിൽ ഋജു ആണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. പല ആളുകളും അവർക്ക് തോന്നിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ അവരെ കുറ്റം പറയുകയല്ല. നമ്മൾ മുമ്പോട്ട് ഏതൊരു കാര്യം, പ്രത്യേകിച്ച് പാട്ടിൽ കവികൾ ഉപയോഗിക്കുന്ന ചില രീതികൾ, ചില വാക്കുകൾ, ചില സംഗീതങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം നമുക്കറിയാം, ഒരു കവിക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഓരോ പാട്ട് രചിക്കുന്ന രീതിയിലും. നമുക്കറിയാം, മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഒരുപാട് സങ്കര ഭാഷകൾ എടുത്തുകൊണ്ടാണ് മാപ്പിളപ്പാട്ട് രചിക്കാറുള്ളത്. ലോകത്തുള്ള വ്യത്യസ്തമായ ഭാഷകളിലുള്ള വാക്കുകളൊക്കെ ചിലപ്പോൾ കവികൾ കടമെടുത്ത് ഇത്തരത്തിലുള്ള പാട്ടുകൾ രചിക്കാറുണ്ട്. എന്താണ് റിജു എന്ന് കവി ഉദ്ദേശിക്കാനുള്ള കാരണം എന്ന കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഈ പാട്ട് രചിച്ചത് ആരെന്ന് നോക്കാം. ഈ പാട്ട് രചന നടത്തിയത് 1970 കാലഘട്ടങ്ങളിൽ CH വള്ളിക്കുളങ്ങര എന്നുള്ളൊരു കവിയാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ പാട്ടിൻ്റെ യഥാർത്ഥ ഒരു തീർപ്പ് പറയാൻ ആർക്കും സാധ്യവുമല്ല. അദ്ദേഹത്തിനെ വിളിച്ച് നേരിട്ട് ചോദിക്കാനുള്ള ഒരു സാഹചര്യമില്ല. എന്തായാലും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ ഞാനിവിടെ സ്മരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പാട്ടിൻ്റെ എല്ലാ നന്മകളും അദ്ദേഹത്തിൻ്റെ ഒരു കബറിലേക്ക് എത്തട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പാട്ട് സംഗീതം ചെയ്തതും അതുപോലെ മനോഹരമായിട്ട് ആലപിച്ചതും പീർ മുഹമ്മദ് കയാണ്. പീർ കയുടെ ഒരുപാട് ഗാനങ്ങൾ നമുക്കൊക്കെ അറിയാം. അദ്ദേഹവും ഈ CH വള്ളിക്കുളങ്ങരയും കൂടെ യോജിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സുന്ദരമായ ഗാനം ഇവിടെ പിറവി കൊണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പാട്ട് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഈ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ പല വീഡിയോകളിലും പല രീതിയിലുമാണ് ഗായകർ ഈ പാട്ട് പാടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പാട്ട് പാടിയ പ്രധാനികളിൽ ഒരാളായ KG മാർക്കോസ്, അദ്ദേഹം പാടുന്നത് റിജു സബ തളിർ കുളിർക്കാറ്റ് എന്നാണ്. അതുപോലെ കണ്ണൂർ ഷെരീഫ് ഈ പാട്ട് പാടിയിട്ടുള്ളത് റീഹു സബ തളിർ കുളിർക്കാറ്റ് എന്നാണ്. അതുപോലെ ഒരുപാട് ഗായകർ പാടിയത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഈ പാട്ടിൻ്റെ റിജു അല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ കവി ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലായത്,
ഈ ഒരു CH വള്ളിക്കുളങ്ങരയുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ചില ഗായകർ പറഞ്ഞതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം തന്നെ. നമ്മൾ വെറുതെ നമ്മുടേതായ അഭിപ്രായം ചില പാട്ടുകളിൽ പറയാൻ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ന്യായം. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ കാണുകയും ഒരുപാട് ആളുകളെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്ത സമയത്ത് കിട്ടിയ റിപ്പോർട്ടാണ്. എന്തായാലും ഈ പാട്ടിലെ ആദ്യത്തെ വരിയായ റിജു സഭ എന്നുള്ളത് തന്നെയാണ് ശരി എന്നുള്ള തരത്തിലേക്കാണ് എൻ്റെ അന്വേഷണം അവസാനം എത്തിപ്പെട്ടത്. എന്താണ് റിജു സഭ എന്നുള്ളത് കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇപ്പോൾ നമുക്ക് അറിവില്ലാതെ കിടക്കുകയാണ്. കാരണം രചയിതാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ അവരോട് ചോദിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. പക്ഷേ പീർക്കയുടെ മക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് ചില ആളുകൾക്ക് കിട്ടിയ റിപ്പോർട്ട്, ഞാൻ നേരത്തെ ആലിബാബ കാരക്കുന്നിൻ്റെ വീഡിയോ കണ്ട സമയത്ത് അദ്ദേഹം പീർക്കയുടെ മകനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് റിജു സഭ എന്ന് തന്നെയാണ് ഉപ്പ പാടിയത് എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ CH വള്ളിക്കുളങ്ങരയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ചില വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അദ്ദേഹം PT അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പാട്ട് എഴുതുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള വേർഡുകൾ ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹം ഈ പാട്ട് എഴുതിയത് എന്നാണ് MA ഗഫൂർ സാഹിബ് പോലുള്ള അത്തരത്തിലുള്ള ഈ ഒരു CH വള്ളിക്കുളങ്ങരയുമായി അഭേദ്യമായ ബന്ധമുള്ള ചില ആളുകൾ പറഞ്ഞത് എന്നും കൂടെ എനിക്ക് ആ വീഡിയോയിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും റിജു സഭ എന്ന് തന്നെയാണ്. ഈ റിജു സഭയിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ റിജു എന്ന് പറഞ്ഞാൽ നേരായ എന്നൊരു അർത്ഥം കൂടെ മലയാളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. റീഹുസ് സബാഹ് എന്ന് എവിടെയും ഉപയോഗിച്ചതായിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റീഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാറ്റ്, സ്വബാഹ് രാവിലെ. അപ്പോൾ രാവിലത്തെ കാറ്റ്, തളിർക്കുളിർക്കാറ്റ് എന്ന് അഭിസംബോധന ചെയ്യുകയാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ടെങ്കിൽ കൂടെ ഇതിന് ഒരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. അതുകൊണ്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ പാട്ടുകളെ ഇഴകീറി ചർച്ച ചെയ്യുന്ന ഒരു രീതി ഒഴിവാക്കണം. പ്രബലമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രഗത്ഭരിൽ നിന്നും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തുന്ന സമയത്താണ് ഇതിൻ്റെ യഥാർത്ഥ വരിയുടെ ആ ഒരു അർത്ഥതലങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും റിജു സഭ എന്നുള്ളത് തന്നെയാണ് ഒറിജിനലായിട്ട് പീർ മുഹമ്മദ് ക പാടിയതും അതുപോലെ CH വള്ളിക്കുളങ്ങര PT അബ്ദുറഹ്മാൻ സാഹിബിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ വരികൾ കടമെടുത്തുകൊണ്ടാണ് CH വള്ളിക്കുളങ്ങര അത് എഴുതിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അവസാന കണ്ടെത്തൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അത്തരത്തിൽ തന്നെ ഈ പാട്ട് മുന്നോട്ട് എല്ലാവരും പാടാൻ ശ്രമിക്കുക. ഇനിയും ഒരുപാട് പാട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളും ചരിത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തണം. നിങ്ങളെല്ലാവരും നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു മഹത്തായ സന്ദേശം എത്തിച്ചു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും അതുപോലെ മറ്റ് വിവരങ്ങൾ ലഭ്യമായതുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇൻഷാ അല്ലാഹ്. എന്തായാലും പ്രബലമായിട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഈ പാട്ട് രചിച്ചത് CH വള്ളിക്കുളങ്ങരയാണ്, സംഗീതം ചെയ്തതും ആലപിച്ചതും പീർ മുഹമ്മദ് കെയാണ്. PT അബ്ദുറഹ്മാൻ സാഹിബിൽ നിന്നും അദ്ദേഹം ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള റിജു സഭ എന്നുള്ള ആ ഒരു വാക്ക് കടമെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ പാട്ട് എഴുതിയത് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആളുകളോട് പറഞ്ഞതായിട്ടുള്ള നമ്മുടെ കണ്ടെത്തലിൽ മനസ്സിലായത്. എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ വിഷയം, ഇതിലുള്ള സംശയങ്ങളൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവും മറ്റൊരു വീഡിയോവുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.